Hi dear friends, എനിക്കിന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. അത് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് HP-യുടെ അമേസിംഗ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം സ്പെസിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സൈഡിലെ ബോക്സ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ചാർജർ അതിൻ്റെ പിന്ന് നോക്കി, ഈ ഒരു സൈസിലാണ് പിന്ന് വരുന്നത്. 3 പിൻ. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. പവർ ബാങ്കിൻ്റെ അതേ ഒരു ലുക്കാണ്. എന്ത് ഫിനിഷിംഗ് ആണ് നോക്കി. വളരെ തിന്നാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ലാപ്പ് ചാർജായി കിട്ടും. ബോക്സിൽ പിന്നെ വരുന്നത് ഒരു യൂസർ മാനുവലാണ്. ഇതാണ് HP-യുടെ ENVY17 17T എന്ന മോഡൽ ലാപ്ടോപ്പ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് HP എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. ഇതിൻ്റെ ടോപ്പ് സൈഡ് സിൽവർ കളറോട് കൂടിയ മെറ്റാലിക് മെയ്ഡ് ഫിനിഷിംഗ് ആണ്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ടൈപ്പാണ്. വളരെ തിന്നായിട്ടാണ് ഈ ലാപ്ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു USB പോർട്ടുണ്ട്. HDMI കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഹെഡ്ഫോൺ ജാക്കുണ്ട്. അതുപോലെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് C ടൈപ്പ് പോർട്ടും കൂടി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ചാർജർ കണക്ട് ചെയ്യാനും അതുപോലെ 2 USB പോർട്ട്, SD കാർഡിനുള്ളൊരു പോർട്ടും കൂടി അവൈലബിൾ ആണ്. ENVY എന്നുള്ളൊരു ബാഡ്ജിങ്ങും കാണാം. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് സെറ്റിങ്സൊക്കെ ശരിയാക്കാം. ഈ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ലാപ്പും അതുപോലെ ടേബിളും തമ്മിലൊരു ഗ്യാപ്പ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എയർ ഫ്ലോയിന് വേണ്ടിയിട്ടാണ് അതാ ഈ ഭാഗം പൊങ്ങി നിൽക്കുന്നത് കണ്ടോ. എയർ ഫ്ലോയിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു അപ്ഡേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് കേട്ടോ കീപാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാ ഈ ഭാഗത്തായിട്ടാണ് സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. പവർ ബട്ടണിൽ സോഫ്റ്റായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പവർ ഓണായി വരും. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓണായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ ഫിംഗർ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. 17.3 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. i7 കോറും 10th ജനറേഷനും 1.3 GHz ഈ ലാപ്ടോപ്പ്. കൂടാതെ 16 GB റാമും 1 TB ഹാർഡ് ഡിസ്കും 256 SSD സ്റ്റോറേജ് വേരിയൻ്റാണിത്. അതുപോലെ തന്നെ 4 GB NVIDIA ഗ്രാഫിക് കാർഡും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. കണക്ടിവിറ്റി ആയിട്ട് വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ ഉണ്ട്. കൂടാതെ SD കാർഡ് സ്ലോട്ടും USB സ്ലോട്ടും ഉണ്ട് കേട്ടോ. മൊബൈലിലെ പോലെ തന്നെ ഇതുപോലെ ടച്ച് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. കീപാഡിൽ F4 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, കീപാഡ് വൈറ്റ് ആവുന്ന കാണാം. ഓഫീസ്, വീട്, ഷോപ്പ് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പറ്റിയൊരു ഡിവൈസ് തന്നെയാണിത്. നമ്മുടെ സ്മാർട്ട് ഫോണിലുള്ള പോലെ ഫുൾ HD LED IPS ഡിസ്പ്ലേ ആണിത്. ഈ ഭാഗം പ്ലാസ്റ്റിക് ആണ്, നമുക്ക് മൗസ് ടച്ച് ചെയ്യുന്ന ഭാഗം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ മൂവ് ചെയ്യാം. നമ്മൾ മൊബൈലിൽ വീഡിയോ വാച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ലാപ്പിലും. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സൺലൈറ്റോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്കൊരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഗ്ലെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റി ആയിട്ട് തന്നെ തടസ്സമില്ലാണ്ട് വീഡിയോ കാണാൻ പറ്റും. ഇതൊരു ഗെയിമിംഗ് ലാപ്പ് അല്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ഗെയിമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ക്യാമറ ക്ലാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിലെ വിഷ്വൽസാണിത്. 0.9 മെഗാപിക്സലാണ് ഇതിൻ്റെ ക്യാമറ എങ്കിലും അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.